ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീക്ക് സ്പോർട്സ്. IPL മെഗാ ഓപ്ഷൻ 2025-2027 സീസണുകളിലെ മെഗാ താരലേലം കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ 3 വർഷം കൂടുമ്പോഴാണ് മെഗാ താരലേലം നടക്കുക. പല താരങ്ങളെയും പല കോടികൾക്കും പല ഫ്രാഞ്ചൈസികളും റാഞ്ചുകയുണ്ടായി. എന്നാൽ ഇത് എത്ര വർഷത്തേക്കാണ് താരങ്ങളുടെ പ്രതിഫലത്തുക, അതിൽ താരങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് അറിയാമോ? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ മെഗാ താരലേലത്തിൽ 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ചത്. IPL തന്നെ ഏറ്റവും വിലയേറിയ താരമായി മാറിയിരിക്കുകയാണ് ഋഷഭ് പന്ത്. മെഗാ താരലേലത്തിൽ 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനെ സ്വന്തം ടീമിലെത്തിച്ചത്. റൈറ്റ് ടു മാച്ച് കാർഡ് ഉപയോഗിച്ച് ഡൽഹി ക്യാപിറ്റൽ പന്തിനായി പോരാടിയെങ്കിലും എന്നാൽ അതെല്ലാം നിഷ്പ്രഭമാക്കി 27 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയൻസ് പന്തിനെ സ്വന്തമാക്കുകയായിരുന്നു. 3 വർഷത്തെ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് IPL 2025 ലേലത്തിൽ താരങ്ങളെ വിവിധ ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കുന്നത്. ഈ 3 വർഷ കാലയളവിലേക്കുള്ള തുകയാണ് ഫ്രാഞ്ചൈസി ടീമുകൾ ലേലത്തിൽ ഉറപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഋഷഭ് പന്തിന് ലഭിച്ച 27 കോടി രൂപ 3 സീസണുകളിലായാണ് വിതരണം ചെയ്യുക. കൂടാതെ പന്തിന് ലഭിച്ച 27 കോടി രൂപയിൽ 8.1 കോടി രൂപ സർക്കാരിന് നികുതിയായി ഒടുക്കേണ്ടി വരും. ഈ 3 വർഷ കരാർ കാലയളവിൽ നികുതി കഴിച്ച് 18.9 കോടി രൂപ മാത്രമായിരിക്കും ഋഷഭ് പന്തിന് ലഭിക്കുക. ഇനി IPL-നിടെ ഋഷഭ് പന്തിന് പരിക്ക് പറ്റിയാൽ മുഴുവൻ തുകയും അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. ടൂർണമെന്റിന് മുമ്പാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നതെങ്കിൽ ഋഷഭ് പന്തിന് പകരം മറ്റൊരു താരത്തെ തിരഞ്ഞെടുക്കാൻ ഫ്രാഞ്ചൈസിക്ക് പൂർണ്ണമായ അധികാരമുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ടൂർണമെന്റിന് മുമ്പ് പരിക്ക് പറ്റുന്ന വിദേശ താരങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഫ്രാഞ്ചൈസി ടീമുമായി കരാറിൽ ഏർപ്പെട്ട ശേഷം ഒരു മത്സരങ്ങളിലും പങ്കെടുക്കാത്ത ഇന്ത്യൻ താരങ്ങൾക്കും വിദേശ താരങ്ങൾക്കും കരാർ ഉറപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഒരു താരം ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയാൽ അവർ പങ്കെടുത്ത മത്സരങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും പ്രതിഫലം നിശ്ചയിക്കുന്നത്. അതേസമയം ടൂർണമെന്റിനിടെ ഒരു താരത്തിന് പരിക്ക് പറ്റിയാൽ പറഞ്ഞുറപ്പിച്ച കരാർ തുക മുഴുവൻ നൽകുവാൻ ഓരോ ഫ്രാഞ്ചൈസിയും ബാധ്യസ്ഥരാണ്.